തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ചീഫ് സെക്രട്ടറി എ ജയതിലക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് അടിയന്തര കത്തയച്ചു. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ അക്കമിട്ട് നിരത്തിയ ചീഫ് സെക്രട്ടറി പട്ടികയിൽ നിന്ന് പുറത്തായ 25 ലക്ഷം പേരുടെ വോട്ടവകാശം സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ നടന്നത് കണ്ണടച്ചുള്ള വെട്ടിനിരത്തലാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. CPI മുൻ MLA രാജാജി മാത്യു തോമസിന്റെയും ഭാര്യയുടെയും പേര് വരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. മരിച്ചവർക്കും സ്ഥലം മാറിപ്പോയവർക്കും ഒപ്പം ജീവിച്ചിരിക്കുന്നവരെയും കണ്ടെത്താൻ കഴിയാത്തവർ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് ഒഴിവാക്കിയത്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേര് പുറത്തായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ കത്തിലെ പ്രധാന ആവശ്യങ്ങൾ: എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കാനുള്ള സമയം കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും നീട്ടി നൽകണം. വിതരണം ചെയ്യാൻ കഴിയാത്ത ഫോമുകളുടെ വിശദാംശങ്ങൾ കമ്മീഷൻ വെളിപ്പെടുത്തണം. ഒക്ടോബറിലെ പട്ടികയിലുണ്ടായിരുന്ന 25 ലക്ഷം പേർ എങ്ങോട്ട് പോയെന്ന് കമ്മീഷൻ വ്യക്തമാക്കണം. പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്ക് അത് തിരിച്ചു ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അവസരമൊരുക്കിയിട്ടുണ്ട്. ഡിസംബർ 23-ന് പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പേര് നീക്കം ചെയ്യപ്പെട്ടവർക്കും പുതിയതായി ചേർക്കുന്നവർക്കും ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ ഓൺലൈനായോ BLO വഴിയോ അപേക്ഷിക്കാം. പരാതികൾ അറിയിക്കുക. വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ 1950 എന്ന നമ്പറിൽ വിളിച്ചോ അപാകതകളും അറിയിക്കാം.